ഇന്ന് രാവിലെയോടുകൂടി പുലർച്ചെയോടുകൂടി ജയിൽ ചാടിയ ഗോവിന്ദച്ചാമി എന്ന ചാർലി തോമസിനെ പോലീസ് പിടികൂടിയിരിക്കുന്നു. അയാളെ ഇപ്പോൾ സ്റ്റേഷന് പുറത്തേക്ക്, പോലീസിന്റെ ക്യാമ്പിൽ നിന്ന് പുറത്തേക്ക് കൊണ്ടുവരുന്ന ദൃശ്യങ്ങളാണ് പ്രേക്ഷകർ കാണുന്നത്. വളരെ ക്ഷീണിതനാണ് എന്നൊക്കെ കാണിക്കുന്നുണ്ട്. കാരണം മണിക്കൂറുകൾ നീണ്ട പോരാട്ടമായിരുന്നു അയാൾ നടത്തിക്കൊണ്ടിരുന്നത്. എന്തായാലും തീർച്ചയായും ആദ്യഘട്ടത്തിൽ ഇയാൾ സംസ്ഥാനം വിട്ടു പോകുമെന്നടക്കമുള്ളൊരു സംശയങ്ങൾ നിലനിന്നിരുന്നു. ഇതിനിടയിൽ തന്നെയാണ് കണ്ണൂർ നഗരത്തിൽ നിന്ന് തന്നെ, അതായത് ഒരു 5 കിലോമീറ്റർ ചുറ്റളവിനുള്ളിൽ നിന്ന് തന്നെ ഈ പ്രതിയെ പിടികൂടാൻ പോലീസിനെ സംബന്ധിച്ച് സാധിച്ചത്. കേസിൽ ജീവപര്യന്തം ശിക്ഷിക്കപ്പെട്ട ഗോവിന്ദച്ചാമി എന്ന ചാർലി തോമസ് ഇന്ന് പുലർച്ചെയോടുകൂടിയാണ് കണ്ണൂർ സെൻട്രൽ ജയിലിൽ നിന്ന് ജയിൽ ചാടിയത്. അയാളുടെ തത്സമയ ദൃശ്യങ്ങളാണ് പ്രേക്ഷകർ കാണുന്നത്. അല്പസമയം മുൻപാണ് ഇയാളെ പോലീസ് പിടികൂടുന്നത്. ആളൊഴിഞ്ഞ തളാപ്പിലെ ആളൊഴിഞ്ഞ ഒരു കെട്ടിടത്തിലെ കിണറ്റിൽ നിന്നാണ് ഇയാളെ പിടികൂടുന്നത്. തീർച്ചയായിട്ടും ഗോവിന്ദച്ചാമി ജയിൽ ചാടിയതുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഇൻഫർമേഷൻ പോലീസിന് ലഭിക്കുന്നത് ഏകദേശം 6:30 കഴിഞ്ഞിട്ടാണ്. ആ സമയം കഴിഞ്ഞതു മുതൽ തന്നെ വലിയ രീതിയിലേക്കുള്ള ജാഗ്രതയോടുകൂടിയുള്ള പ്രവർത്തനം നമുക്ക് കാഴ്ചവെക്കാൻ വേണ്ടി കഴിഞ്ഞിട്ടുണ്ട്. നമ്മുടെ ജില്ലയിലുടനീളം, കണ്ണൂർ റേഞ്ചിലും അതുപോലെ സംസ്ഥാനത്തുടനീളമുള്ള മുഴുവൻ സേനാ വിഭാഗങ്ങളിലേക്കും ജില്ലകളിലേക്കുമൊക്കെ ഈ ഇൻഫർമേഷൻസ് നമുക്ക് സമയബന്ധിതമായിട്ട് കൊടുക്കാൻ വേണ്ടി കഴിഞ്ഞിരുന്നു. അതിൽ വലിയ രീതിയിലേക്ക് മീഡിയയുടെ ഭാഗത്തു നിന്ന് ഇങ്ങനെ ഒരു ജയിൽ ചാട്ടം ഉണ്ടായ സമയത്ത് അതുമായി ബന്ധപ്പെട്ടിട്ടുള്ള വിവരങ്ങളൊക്കെ വളരെ കൃത്യമായ രീതിയിലേക്ക് ജനങ്ങളിലെ എത്തിക്കാൻ, ജനങ്ങളിലൂടെ ആ ഒരു ജാഗ്രത ഉണ്ടാക്കാനും നമുക്ക് കഴിഞ്ഞിട്ടുണ്ട്. ആ ഒരു ജാഗ്രതയുടെ ഭാഗമായിട്ടാണ് നമ്മൾ കൂടുതലായിട്ടുള്ള CCTV വിഷ്വൽസ് പരിശോധിക്കുകയും ആ വിഷ്വൽസ് പരിശോധിച്ചതിന് ശേഷം ഏകദേശം 4:15 സമയം കഴിഞ്ഞതിന് ശേഷം 4:15-5 മണി ഇടയിലുള്ള ഒരു സമയത്തോട് കൂടിയിട്ടാണ് ഈ പ്രതി ജയിൽ ചാടിയിട്ടുള്ളത് എന്നുള്ളത് പോലീസ് മനസ്സിലാക്കിയിട്ടുള്ളത്. അതിനുശേഷം സാധ്യമായിട്ടുള്ള വഴികളിലൂടെ ഒക്കെ വ്യാപിപ്പിച്ചുകൊണ്ട് കൂടെ കണ്ണൂർ ടൗൺ ACP പ്രദീപൻ, കണ്ണൂർ SHO ശ്രീജിത്ത്, മറ്റ് SIമാർ, ഡാൻസ് ഓഫ് സ്ക്വാഡിലെ പോലീസ് ഉദ്യോഗസ്ഥർ, ഈ നിൽക്കുന്ന മുഴുവൻ പോലീസ് ഉദ്യോഗസ്ഥരുടെയും ഇതിന് പുറത്ത് നിങ്ങളിവിടെ കാണാത്ത മുഴുവൻ പോലീസ് ഉദ്യോഗസ്ഥരുടെയും ശ്രമകരമായിട്ടുള്ള പ്രവർത്തനത്തിന്റെ ഭാഗമായിട്ടാണ് വളരെ കൃത്യമായിട്ടുള്ള രീതിയിലേക്കുള്ള സെർച്ച് ഓപ്പറേഷൻ നമുക്ക് ചെയ്യാൻ വേണ്ടി കഴിഞ്ഞിട്ടുള്ളത്. ഇതുമായി ബന്ധപ്പെട്ടിട്ട് കഴിഞ്ഞ മണിക്കൂറുകളിൽ ഏകദേശം ഇൻഫർമേഷൻ കിട്ടിയിട്ട് 3.5 മണിക്കൂർ കൊണ്ട് തന്നെ പ്രതിയെ നമുക്ക് പിടികൂടാൻ വേണ്ടി കഴിഞ്ഞിട്ടുണ്ട്. ഈ ഇൻഫർമേഷൻ കിട്ടിയതിന് ശേഷം തന്നെ നമ്മൾക്ക് വളരെ കൃത്യമായ രീതിയിൽ ഒരുപാട് ഇൻഫർമേഷൻസ് നമുക്ക് ഈ വിഷയവുമായി ബന്ധപ്പെട്ടിട്ട് പബ്ലിക്കിന്റെ ഭാഗത്ത് നിന്ന് ഇൻഫർമേഷൻ കിട്ടിയിരുന്നു. അങ്ങനെ ലഭിച്ച ഇൻഫർമേഷനിൽ ശരിയായിട്ടുള്ളതും തെറ്റായതുമായ ഇൻഫർമേഷൻസ് നമുക്ക് പരിശോധിക്കേണ്ടതായിട്ട് വന്നിരുന്നു. അങ്ങനെ ലഭിച്ചൊരു ഇൻഫർമേഷന്റെ ഭാഗമായിട്ടാണ് തളാപ്പ്, ഒരു ഒഴിഞ്ഞ് കിടക്കുന്ന ബിൽഡിങ്ങിന്റെ പരിസര പ്രദേശത്ത് നിന്ന് അതിന്റെ കിണറ്റിനുള്ളിൽ മറഞ്ഞു നിൽക്കുന്ന ഒരു സാഹചര്യത്തിലാണ് ഈ പ്രതിയെ പോലീസ് പിടികൂടിയിട്ടുള്ളത്. ഈ സംഭവം നടന്ന സമയം മുതൽ തന്നെ പോലീസ് പലയിടങ്ങളിലേക്കും സെർച്ച് ചെയ്യുന്നുണ്ടായിരുന്നു. ആ ഇൻഫർമേഷന്റെ ഭാഗമായിട്ടാണ് ഈ കിണറ്റിനുള്ളിൽ നിന്നാണ് പ്രതിയെ പോലീസ് പിടികൂടിയിട്ടുള്ളത്. ഇതുമായി ബന്ധപ്പെട്ടിട്ട് മറ്റാരെങ്കിലും സഹായം, ഈ ജയിൽ ചാടുന്നതുമായി ബന്ധപ്പെട്ടിട്ട് സഹായം ലഭിച്ചിട്ടുണ്ടോ എന്നുള്ളതൊക്കെ കൂടുതലായിട്ടുള്ള പരിശോധനയ്ക്ക് വിധേയമാക്കേണ്ടതാണ്. അതൊക്കെ കൂടുതൽ വളരെ ഡീറ്റെയിൽഡ് ആയിട്ടുള്ള പരിശോധന പോലീസ് ഈ വിഷയത്തിൽ നടത്തുന്നുണ്ട്. ഇല്ല, നമ്മൾക്ക് കൃത്യമായ ഇൻഫർമേഷൻ അവരുടെ ശ്രദ്ധയിൽ വന്ന ആ മൊമെന്റിൽ തന്നെ പോലീസ് ഇൻഫർമേഷൻ കിട്ടിയിട്ടുണ്ട്. ആ മൊമെന്റിൽ തന്നെ നമ്മൾക്ക് ആ ഒരു അലേർട്ട്നെസ് നമ്മൾക്ക് എല്ലാ ആൾക്കാരിലേക്കും എത്തിക്കാൻ വേണ്ടി കഴിഞ്ഞിട്ടുണ്ട്. അതിന്റെ ശ്രമഫലമായിട്ടാണ് വളരെ ചുരുങ്ങിയ സമയം കൊണ്ട് തന്നെ പോലീസിന് പ്രതിയെ പിടികൂടാൻ വേണ്ടി കഴിഞ്ഞിട്ടുള്ളത്. അയാൾക്ക് ആ സംഭവത്തെ പറ്റിയിട്ട് മൊഴി നൽകാൻ വേണ്ടുന്ന ഒരു സാഹചര്യം ഇതുവരെ ഉണ്ടായിട്ടില്ല. പക്ഷെ അത് കൂടുതലായിട്ട് പോലീസ് പരിശോധിക്കും. എന്തായാലും ഇങ്ങനെ ഒരു ജയിലിൽ ചാടാൻ വേണ്ടിയിട്ട് ഒരു പ്രിപ്പറേഷൻ കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായിട്ടൊരു പ്രിപ്പറേഷൻ പ്രതി നടത്തിയതായിട്ടാണ് പ്രാഥമികമായിട്ട് പോലീസ് മനസ്സിലാക്കുന്നത്. ഇതിനെ പറ്റിയിട്ട് കൂടുതലായിട്ട് പോലീസ് അന്വേഷിക്കും. മറ്റെന്തെങ്കിലും തരത്തിലേക്കുള്ള ഏതെങ്കിലും തരത്തിലേക്കുള്ള ഹെൽപ്പ് ലഭിച്ചിട്ടുണ്ടോ എന്നുള്ളത് കൂടുതലായിട്ട് നമ്മൾ പരിശോധിക്കേണ്ടതുണ്ട്. ഇതുമായി ബന്ധപ്പെടുത്തിയിട്ടുള്ള ഈ പ്രതിയെ പിടികൂടുന്ന സമയത്ത് തന്നെ പ്രതിയുടെ കയ്യിൽ നിന്ന് ചെറിയ ടൂളുകളൊക്കെ പോലീസിന് കിട്ടിയിട്ടുണ്ട്. പക്ഷേ അത് ഏത് രീതിയിലേക്കാണ് പ്രതി അത് ഓപ്പറേറ്റ് ചെയ്തിരിക്കുന്നത്, കഴിഞ്ഞ കാലങ്ങളിൽ ഏത് രീതിയിൽ ഓപ്പറേറ്റ് ചെയ്തിരിക്കുന്നതൊക്കെ കൂടുതലായിട്ട് വിശദമായിട്ടുള്ള അന്വേഷണത്തിന് വിധേയമാകേണ്ടുന്ന കാര്യങ്ങളാണ്. അത് കൂടുതലായിട്ട് പോലീസ് പിന്നീട് പരിശോധിച്ചുകൊണ്ട് ആ കാര്യത്തെ പറ്റിയിട്ട് കൂടുതലായിട്ട് കൊണ്ടുവരാം. എന്തായാലും ഈ ഒരു അവസരത്തിൽ നമ്മൾ കാണിച്ചൊരു ജാഗ്രതയെ പറ്റിയിട്ട് ഒരു വാക്ക് പറയാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. ഈ ഒരു ജാഗ്രത എന്ന് പറയുന്നത് പോലീസിനൊപ്പം
ഈ വിഷയത്തെ വളരെ കൃത്യമായ രീതിയിലേക്ക് ജനങ്ങളിലേക്ക് എത്തിക്കാൻ ഓരോ ജനങ്ങളും ഈ ഒരു സാഹചര്യത്തിൽ ഒരു വാച്ച്മാൻ പോലെ വളരെ കൃത്യമായ രീതിയിൽ വളരെ ജാഗ്രതയോടുകൂടി എൻ്റെ ഏരിയയിൽ ഇങ്ങനെ ഒരാൾ വന്നിട്ടുണ്ടെങ്കിൽ അത് അറിയിക്കണം എന്നുള്ള ജാഗ്രതയോട് കൂടിയിട്ട് പെരുമാറുന്നൊരു സാഹചര്യം ഉണ്ടായിരുന്നു. പോലീസിന് വളരെ കൃത്യമായ രീതിയിൽ ഇൻഫർമേഷൻ നൽകുന്നൊരു സാഹചര്യം ഉണ്ടായിരുന്നു. നമ്മൾക്ക് അതിൽ ഇൻഫർമേഷൻ നൽകിയ വളരെ ക്രെഡിബിൾ ആയിട്ടുള്ള ഇൻഫർമേഷൻ നൽകിയ 3ഓളം പേരുണ്ട്. അവരെ കൃത്യമായ രീതിയിൽ പോലീസ് ഈ വിഷയത്തിൽ അഭിനന്ദിക്കുകയാണ്. വളരെ പ്രത്യേകിച്ചും തീർച്ചയായിട്ടും ഈ ഒരു വിവരം വന്ന സമയത്ത് തന്നെ ആ ഒരു സാമൂഹിക ജാഗ്രത ഉയർത്തിയ മുഴുവൻ മാധ്യമങ്ങൾക്കും മുഴുവൻ ജനങ്ങൾക്കും ഈ അവസരത്തിൽ നന്ദി പറയുന്നു. ബാക്കിയുള്ള തുടർന്ന് അന്വേഷണത്തിന്റെ കാര്യത്തിന്റെ ഭാഗമായിട്ട് കൂടുതൽ കാര്യങ്ങൾ പിന്നീട് പറയാം. താങ്ക് യു. അത് കൂടുതലായിട്ടുള്ള അന്വേഷണം അതിന് ശേഷം അയാളുടെ കയ്യിൽ വന്നതാണോ എന്നൊന്നും ഇപ്പോൾ പറയാൻ പറ്റില്ല. കൂടുതലായിട്ട് ഈ വിഷയത്തിൽ കണ്ണൂർ ടൗൺ പോലീസ് സ്റ്റേഷനിൽ നമ്മൾ കേസ് രജിസ്റ്റർ ചെയ്തിട്ടുണ്ട്. കേസിന്റെ ഭാഗമായിട്ടുള്ള നടപടികൾക്ക് ശേഷം മജിസ്ട്രേറ്റിന് കോടതിയിൽ ഹാജരാക്കിയ ശേഷം ബാക്കി നടപടികൾ സ്വീകരിക്കും. താങ്ക് യു. ഗോവിന്ദചാമി എന്ന ചാർലി തോമസിനെയാണ് അല്പസമയം മുൻപ് പോലീസ് പിടികൂടിയത്. ഇന്ന് പുലർച്ചെയോടുകൂടിയാണ് ചാർലി തോമസ് കണ്ണൂർ സെൻട്രൽ ജയിലിൽ നിന്ന് ജയിൽ ചാടിയത്. കമ്പികൾ മുറിച്ച് കൂറ്റൻ മതിൽ ചാടിക്കടന്ന് അവിടെ നിന്ന് ഇയാൾ കടന്നു കളയുകയായിരുന്നു. എന്തായാലും നാട്ടുകാരുടെ സംയോജിത ഇടപെടൽ തന്നെയാണ് ഈ കുറ്റവാളിയെ പിടികൂടാൻ രക്ഷയായത് എന്നൊടുവിൽ പോലീസും സമ്മതിക്കുന്നു എന്നുള്ളതാണ്. കൃത്യമായ ഒരു ഇൻഫർമേഷൻ പോലീസിന് പബ്ലിക്കിൽ നിന്ന് ലഭിച്ചിരുന്നു. 3 പേർ കൃത്യമായ ഒരു സന്ദേശം പോലീസിന് കൈമാറിയിരുന്നു. അത്തരം ഒരു സന്ദേശത്തിൽ നിന്ന് തന്നെയാണ് കുറ്റവാളിയിലേക്ക് ഇയാളെ കണ്ടെത്തുന്നതിലേക്ക് നയിച്ചത് എന്ന് കണ്ണൂർ സിറ്റി പോലീസ് കമ്മീഷണർ മാധ്യമങ്ങളോട് വിശദീകരിച്ചു. ഗോവിന്ദചാമി എന്ന ചാർലി തോമസിന്റെ ദൃശ്യങ്ങളാണ് പ്രേക്ഷകർ കാണുന്നത്. കണ്ണൂർ നഗരത്തിലെ തളാപ്പിലെ ആളൊഴിഞ്ഞ വീട്ടിലെ ഒരു കിണറ്റിൽ നിന്നാണ് ഇയാളെ പോലീസ് പിടികൂടുന്നത്. മിഥുൻ പിള്ള ലൈവ് ഉണ്ടെന്ന് പ്രതീക്ഷിക്കുന്നു. മിഥുൻ, വേറെ ആരെങ്കിലും ഇതിലേക്ക് ഇൻവോൾവ് ആയതായിട്ട് പോലീസിന് ഈ ഒരു അവസരത്തിൽ ഇൻഫർമേഷൻ ഇല്ല. അത് കൂടുതൽ അന്വേഷണത്തിൽ വിധേയമാക്കേണ്ട കാര്യമാണ്. അതീവ സുരക്ഷാ സെല്ലായതുകൊണ്ട് തന്നെ രാത്രി അവിടെ പാറാവ്, ഈ സെല്ലിന് പുറത്ത് പാറാവ്, അതൊക്കെ കൂടുതൽ അന്വേഷണത്തിന്റെ ഭാഗമായി പറയേണ്ടുന്ന കാര്യങ്ങളാണ്. അത് കൂടുതൽ അന്വേഷണത്തിന് ശേഷം കൂടുതൽ കാര്യങ്ങൾ ഏതെങ്കിലും രീതിയിലേക്കുള്ള വീഴ്ചകൾ ഇതിലുണ്ടെങ്കിൽ ആ കാര്യങ്ങളൊക്കെ പിന്നീട് പറയേണ്ട കാര്യം. എത്ര നാളുകളുടെ തയ്യാറെടുപ്പുണ്ടായിരുന്നു? ഏകദേശം 20 ദിവസത്തിന് മുകളിലുള്ള തയ്യാറെടുപ്പായിട്ടാണ് നമ്മൾ പ്രാഥമികമായിട്ട് കാണുന്നത്. ബാക്കി കാര്യങ്ങൾ കൂടുതലായിട്ടുള്ള അതിനെ പറ്റിയിട്ട് ഞാനിപ്പോൾ ഒരു കമന്റ് പറയുന്നില്ല. അത് കൂടുതലായിട്ടുള്ള അന്വേഷണത്തിന്റെ ഭാഗമായിട്ട് കൊണ്ടുവരേണ്ട കാര്യം. ഈ പ്രതി ജയിലിൽ ചാടിയതുമായി ബന്ധപ്പെട്ടിട്ട് കണ്ണൂർ ടൗൺ പോലീസ് സ്റ്റേഷനിൽ കേസ് രജിസ്റ്റർ ചെയ്തിട്ടുണ്ട്. കേസിന്റെ നടപടിക്രമങ്ങളുടെ ഭാഗമായിട്ട് പ്രതിയെ കോടതിയിൽ ഹാജരാക്കും. അതിനുശേഷം കോടതിയുടെ അതുമായി ബന്ധപ്പെട്ട് ബാക്കി തുടർന്നുള്ള കൂടുതലായിട്ടുള്ള കാര്യങ്ങൾ നമുക്ക് പിന്നീട് വിശദീകരിക്കാം. താങ്ക് യു. മിഥുൻ ലൈനിലുണ്ടെന്ന് പ്രതീക്ഷിക്കുന്നു. മിഥുൻ, കണ്ണൂർ സിറ്റി പോലീസ് കമ്മീഷണർ മാധ്യമങ്ങളോട് പറഞ്ഞത് പബ്ലിക്കിന്റെ ഒരു ഇടപെടൽ അത് സഹായകരമായി, ഈ കുറ്റവാളിയെ കണ്ടെത്താൻ സഹായകരമായി. ഒപ്പം തന്നെ ഇയാൾ 20 ദിവസം നീണ്ട ഒരു പ്ലാൻ തന്നെ തയ്യാറാക്കിയിരുന്നു. അതിനൊടുവിലാണ് ഇയാൾ ജയിലിൽ നിന്ന് രക്ഷപ്പെട്ടത് എന്ന് ഒടുവിൽ പോലീസ് സമ്മതിക്കുകയാണ്. എന്നിട്ടും നമ്മുടെ പോലീസ് സംവിധാനം ഇയാളുടെ ജയിൽ ചാട്ടം ഒഴിവാക്കാനായി യാതൊന്നും ചെയ്തില്ല. CCTV സംവിധാനങ്ങളുണ്ടായിരുന്നു, യാതൊന്നും ഗുണം ചെയ്തില്ല. ഇലക്ട്രിക് ഫെൻസിംഗ് ഉണ്ടായിരുന്നു, അത് പ്രവർത്തിച്ചില്ല. എന്തൊക്കെ ന്യായങ്ങളാണ് മിഥുൻ പോലീസ് നിരത്തുന്നത്? എന്തായാലും ഇപ്പോൾ നിലവിൽ യാതൊന്നും പറയാനില്ല. കൂടുതൽ അന്വേഷണ വിധേയമായി കാര്യങ്ങൾ പരിശോധിക്കേണ്ടതുണ്ട് എന്നൊക്കെയാണ് ഇപ്പോൾ സിറ്റി പോലീസ് കമ്മീഷണർ പറയുന്നത്. എന്തൊക്കെയാണ് മിഥുൻ നമുക്ക് അവിടെ നിന്ന് ലഭിക്കുന്ന വിവരങ്ങൾ? രാഖി, ഈ സംഭവവുമായി ബന്ധപ്പെട്ട് ഒരു വിശദമായി കാര്യങ്ങൾ മാധ്യമങ്ങളോട് സിറ്റി പോലീസ് കമ്മീഷണർ നിതിൻ രാജ് IPS പറഞ്ഞിട്ടുണ്ട്. അദ്ദേഹം പറഞ്ഞ പ്രധാനപ്പെട്ട ഒരു കാര്യം, ഇതിൽ പൊതുജനങ്ങളുടെ ഇടപെടൽ വളരെ നിർണായകമായി എന്നുള്ളതാണ്. കാരണം ഇയാൾ ജയിൽ ചാടിയെന്ന വിവരം അറിഞ്ഞ ഉടനെ മാധ്യമങ്ങളിൽ ഉൾപ്പെടെ വലിയ വാർത്തകൾ വന്നു. ഇതിൻ്റെ അടിസ്ഥാനത്തിൽ പ്രദേശത്തെ നാട്ടുകാർ ഉൾപ്പെടെ ഉണർന്ന് പ്രവർത്തിച്ചു എന്നുള്ളതാണ് സിറ്റി പോലീസ് കമ്മീഷണർ അല്പസമയം മുമ്പ് വ്യക്തമാക്കിയത്. മാധ്യമങ്ങളുടെ വാർത്ത കണ്ട് ഇത്തരം ഒരാൾ ഓടിപ്പോ
ഓടിപ്പോകുന്നത് കണ്ട ഉടൻ തന്നെ ഈ ആളുകൾ പോലീസിനെ വിവരമറിയിക്കുകയായിരുന്നു. 3 പേർ, അതായത് 3 നാട്ടുകാർ കൃത്യമായ വിവരങ്ങളാണ് ഇയാളുടെ ജയിൽ ചാട്ടവുമായി ബന്ധപ്പെട്ട് ഇയാളെ നഗരത്തിൽ കണ്ടതുമായി ബന്ധപ്പെട്ട് പോലീസിന് കൈമാറിയത്. ആ വിവരങ്ങളുടെ അടിസ്ഥാനത്തിൽ തന്നെയാണ് പോലീസ് ആ പ്രദേശത്ത് തളാപ്പ് ഭാഗത്ത് ഒഴിഞ്ഞ ഒരു വീട്ടിനുള്ളിൽ പരിശോധന നടത്തുകയും ഇയാളെ ആ വീട്ടിൽ നിന്ന് കണ്ടെത്തുകയും ചെയ്യുന്നൊരു സാഹചര്യം ഉണ്ടായത്. ഒരു വീട്ടിൻ്റെ കിണറിനുള്ളിൽ നിന്നാണ് ഇയാളെ പോലീസ് സംഘം പിടികൂടിയത്. അതായത് ആദ്യഘട്ടത്തിൽ തിരച്ചിൽ നടത്തുന്ന വീട്ടിനുള്ളിൽ തന്നെയായിരുന്നു അയാൾ ഉണ്ടായിരുന്നത്. ആ സമയത്ത് ഇയാൾ പോലീസ് വരുന്നത് കണ്ട് തൊട്ടടുത്ത വീട്ടിൻ്റെ പരിസരത്തേക്ക് മാറുകയായിരുന്നു. മാത്രമല്ല കിണറിനുള്ളിൽ കയറി ഒളിച്ചിരിക്കാനൊരു ശ്രമമാണ് ഈ ഗോവിന്ദചാമി എന്ന് പറയുന്ന ചാർലി തോമസ് നടത്തിയത്. തുടർന്ന് ഈ പോലീസ് അവിടെ എത്തി, ചില നാട്ടുകാരും ഇയാളെ കണ്ട് ഉടൻ തന്നെ ഈ കിണറിനുള്ളിൽ നിന്ന് തന്നെ ഇയാളെ പിടികൂടുകയായിരുന്നു. അതായത് രാവിലെ ചില CCTV ദൃശ്യങ്ങളടക്കം നമ്മൾ നേരത്തെ പുറത്തുവിട്ടിരുന്നു. അതായത് ഏതാണ്ട് 9:15 കണ്ണൂർ തളാപ്പ് ഭാഗത്തുകൂടി ഇയാൾ തലയിലൊരു ബാണ്ടക്കെട്ടും എടുത്ത് ഒരു കൈയില്ലാത്ത ഒരു മനുഷ്യൻ ഓടിപ്പോകുന്നത് കണ്ടു എന്ന മൊഴിയാണ് ഈ കേസിൽ, ഈ സംഭവത്തിൽ, അതായത് ഗോവിന്ദചാമിയെ പിടികൂടുന്നതിൽ നിർണായകമായത് എന്ന് തന്നെ പറയേണ്ടിയിരിക്കുന്നു. തൊട്ടടുത്ത് ഇയാളെ കണ്ട് തിരിച്ചറിഞ്ഞ ചില ആളുകൾ ഇയാളുടെ പുറകെ ഓടുകയും ചെയ്തു. ആ ഓടിയ ഇയാൾ ഒരു മതിൽ ചാടി ഒരു കാട്ടിനുള്ളിലേക്ക് കയറുകയായിരുന്നു. ആ കാട്ടിനുള്ളിലേക്ക് കയറി ഒളിച്ച ഒരു വീടിന്റെ പരിസരത്ത് വെച്ച് തന്നെയാണ് ഈ കുറ്റവാളിയുടെ ജയിൽ ചാട്ടവുമായി ബന്ധപ്പെട്ട എന്തെങ്കിലും തരത്തിലുള്ള ഉദ്യോഗസ്ഥർക്കെതിരെ നടപടി ഉണ്ടായതായി സൂചനയുണ്ടോ? കാരണം ചില ഉദ്യോഗസ്ഥർക്ക് സസ്പെൻഷൻ ലഭിച്ചു എന്ന സൂചനകൾ ലഭിക്കുന്നുണ്ട്. അക്കാര്യത്തിൽ എന്തെങ്കിലും വിവരം നമുക്ക് ലഭിക്കുന്നുണ്ടോ മിഥുൻ? സസ്പെൻഷൻ നടപടികൾ ഉണ്ടാകാനുള്ള സാധ്യത കൂടുതലാണ്. കാരണം ഇതിൽ ജയിൽ അധികൃതരുടെ ഭാഗത്തു നിന്ന് വീഴ്ചയുണ്ടായി എന്നൊരു പ്രാഥമിക വിലയിരുത്തൽ തന്നെയാണുള്ളത്. കാരണം ഈ ഗോവിന്ദചാമി ജയിൽ ചാടാൻ എടുത്തത് ഏതാണ്ട് 20 ദിവസത്തോളം നീണ്ട കൃത്യമായ പ്ലാനിംഗ് ആണ്. മാത്രമല്ല ഇയാൾ ജയിൽ ചാടിയ ഓടിപ്പോയ ഇയാളുടെ കയ്യിൽ നിന്ന് പിടികൂടിയ ബാണ്ടക്കെട്ടിനുള്ളിൽ കൃത്യമായി ചില ആയുധങ്ങൾ ഉണ്ടായിരുന്നു. ചില ഈ കമ്പി മുറിക്കാനടക്കമുള്ള ചില ആക്സോ ബ്ലേഡ് അടക്കമുള്ള ചില സാധനങ്ങൾ ഉണ്ടായിരുന്നു എന്ന വിവരം കൂടി പുറത്തു വരുന്നുണ്ട്. ഈ ഒരു പശ്ചാത്തലത്തിൽ കൂടിയാണ് ഇത് മാസങ്ങൾ നീണ്ട ഒരു ശ്രമത്തിൻ്റെ ഭാഗമായിട്ടാണ് ഇത്തരത്തിൽ ഇയാൾ ഈ ജയിൽ ചാടിയത് എന്നുള്ളതാണ്. മാത്രമല്ല ഇയാൾക്ക് എവിടെ നിന്ന് ജയിൽ ചാടാനുള്ള ഇത്രയും രീതിയിലുള്ള ഒരു ബെഡ്ഷീറ്റ് അടക്കമുള്ള കാര്യങ്ങൾ കിട്ടി, അതടക്കമുള്ള കാര്യങ്ങൾ പരിശോധിക്കുമെന്ന് തന്നെയാണ് സിറ്റി പോലീസ് കമ്മീഷണർ പറഞ്ഞത്. മാത്രമല്ല ജയിലിലുള്ള ആളുകൾക്ക് കൃത്യമായി താടിയും മുടിയും ഒക്കെ മുറിച്ച് കൃത്യമായി അവർ പാലിക്കേണ്ട ഒരു ഡ്രസ് കോഡ് അടക്കം ജയിലിലുണ്ട്. അതൊന്നും പാലിക്കാതെയാണ് ഈ ഗോവിന്ദചാമി ഈ 10ാം ബ്ലോക്കിൽ നിന്നത് എന്നൊരു സംഭവമുണ്ട്. അതായത് എങ്ങനെയാണ് ഈ താടിയും മുടിയൊക്കെ വളർത്തി എങ്ങനെയാണ് അയാൾക്ക് അവിടെ നിൽക്കാൻ സാധിച്ചതെന്ന ചോദ്യത്തിന് അതടക്കം പരിശോധിക്കുമെന്നൊരു കാര്യം തന്നെയാണ് ഇപ്പോൾ സിറ്റി പോലീസ് കമ്മീഷണർ മാധ്യമങ്ങൾക്ക് മുന്നിൽ പറഞ്ഞത്. ഏതായാലും ഈ സംഭവവുമായി ബന്ധപ്പെട്ട് നടപടികൾ ഉണ്ടാകുമെന്നുള്ള വിവരം തന്നെയാണ് ഏറ്റവും ഒടുവിലായി പുറത്തു വരുന്നത്. കാരണം ഇതിൽ സസ്പെൻഷൻ അടക്കമുള്ള ഈ ജയിലധികൃതർക്ക് സസ്പെൻഷൻ അടക്കമുള്ള നടപടികളിലേക്ക് പോകാനുള്ള സാധ്യത ഏറെയാണ്. ഒരു ലാഘവത്തോടു കൂടി ഇത്തരം ഒരു കൊടും കുറ്റവാളിയെ കൈകാര്യം ചെയ്തതാണ് ഇയാൾ ജയിൽ ചാടാനുള്ള പ്രധാന കാരണമായി വിലയിരുത്തപ്പെടുന്നത്. ആ ഒരു പശ്ചാത്തലത്തിൽ കൂടിയാണ് ഈ ഒരു നടപടികളിലേക്ക് ഈ ഉന്നതാധികാരികൾ കടക്കാനുള്ളൊരു സാധ്യതയുള്ളത്. രാഖി.